السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آله وصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, RSCയുടെ റിസാല സ്റ്റഡി സർക്കിൾ നമ്മുടെ ICFൻ്റെ പ്രവാസി ഘടകമാണ്. പ്രവാസ ലോകത്ത് എത്തിച്ചേരുന്ന നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, വിദ്യാർത്ഥികളും അല്ലാത്തവരുമായ യുവജനങ്ങളെ പ്രബോധന വഴിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ സംരംഭങ്ങളുമായി കഴിഞ്ഞ 30 വർഷക്കാലമായി ഒരു പ്രബോധക സംഘം നമ്മുടെ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമാണ്. 30 വർഷം കൊണ്ട് റിസാല സ്റ്റഡി സർക്കിൾ എന്ത് നേടി എന്നതിൻ്റെ ഉത്തരം പ്രവാസ ലോകത്ത് നടക്കുന്ന ഒട്ടേറെ സംരംഭങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഗൾഫ് രാജ്യങ്ങളിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവങ്ങൾ, ഹജ്ജ് വേളയിൽ മക്കയിലും മദീനയിലും അറഫയിലും മറ്റ് പുണ്യകേന്ദ്രങ്ങളിലുമായി RSCയുടെയും മറ്റും ICFന്റെ സഹകരണത്തോടെ RSCയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങൾ, അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, RSC ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു കയറിയിരിക്കുന്നു. അനേകം രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി RSCയും ICFും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അഭിമാനകരമായ നേട്ടമാണ്. 30ാം വാർഷികം ആഘോഷിക്കുന്ന RSCയുടെ നേതൃത്വത്തിനും അതിന്റെ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അള്ളാഹു തൗഫീഖ് കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ICF, അതേപോലെ നാട്ടിൽ കേരള മുസ്ലിം ജമാഅത്ത്, SSF ഉൾപ്പെടെ നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഈ സന്ദർഭത്തിൽ സന്തോഷിക്കുവാനും അഭിമാനിക്കുവാനും പറ്റിയ നിമിഷമാണ് ഈ 30ാം വാർഷിക ആഘോഷ സന്ദർഭം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയം, വിഭവം കരുതണം വിപ്ലവമാകണം എന്ന വളരെ മനോഹരമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് RSC അതിന്റെ 30ാം വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. യൂണിറ്റ് തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻഷ്യ എന്ന പേരിൽ ഉള്ള സമ്മേളനങ്ങൾ പൊതുജനങ്ങളിലേക്ക് നമ്മുടെ സഹോദരന്മാർ, പ്രവാസികളായ സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, അവരിലേക്ക് ഈ സംഘടനയുടെ സന്ദേശം, നമ്മുടെ ദീനിന്റെ സന്ദേശം, പ്രത്യേകിച്ചും ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് RSCയുടെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഭവം കരുതണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതികമായ വിഭവങ്ങൾ അത് അള്ളാഹു നമുക്ക് നൽകുന്ന വിഭവങ്ങളാണ്, അള്ളാഹുവിൻ്റെതാണ്. നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ എല്ലാം അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നമുക്ക് കടപ്പാടുണ്ട്. ആ അനുഗ്രഹങ്ങൾ, അത് എങ്ങനെ ആ അനുഗ്രഹങ്ങളെ നേടിയെടുക്കണമെന്നും അതെങ്ങനെ ചെലവഴിക്കണമെന്നും പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ളത് പ്രകാരം വിഭവങ്ങൾ ധൂർത്തടിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല.
വിഭവങ്ങൾ പൂഴ്ത്തി വെച്ച് അത് സമൂഹത്തിനും കുടുംബത്തിനും ഉപയോഗപ്പെടാതെ പിശുക്ക് കാണിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് മിതമായ രൂപത്തിൽ നല്ല രീതിയിൽ സമ്പാദിച്ച് ആർത്തിപ്പണ്ടാരങ്ങളാകാതെ സമ്പത്തിനോടും ഭൗതികമായ നമ്മുടെ വിഭവങ്ങളോടുമുള്ള ആർത്തി അതൊരിക്കലും പ്രോത്സാഹജനകമല്ല. അങ്ങനെ ആർത്തി വരുന്ന ആളുകൾ ഹറാമ് ഏതാണ് എന്ന് നോക്കാതെ, അനുവദിച്ചത് ഏതാണ് എന്ന് നോക്കാതെ അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ഹലാലായ അനുവദനീയമായ സമ്പാദ്യം നമ്മുടെ മക്കൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, നമ്മുടെ ഭാര്യമാർക്ക് ഉപയോഗിക്കാനുള്ളതാണ്, നമ്മുടെ മാതാപിതാക്കൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, നമുക്ക് തന്നെയും ഉപയോഗിക്കാനുള്ളതാണ്. അതൊരിക്കലും നിഷിദ്ധമായ മാർഗത്തിലായിക്കൂടാ, അള്ളാഹു വിലക്കിയ മാർഗത്തിലായിക്കൂടാ. അത് സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ആയിരിക്കണം. ഇതാണ് ഈ പ്രമേയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വിഭവങ്ങളെ കരുതലോടെ പ്രയോഗിക്കുക. അത് ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല, അടുത്ത തലമുറക്ക് വേണ്ടി കൂടിയുള്ളതാണ്. നമ്മുടെ ഭൂമി, നമ്മുടെ ആകാശം, നമ്മുടെ പരിതസ്ഥിതി, നമ്മുടെ മറ്റെല്ലാ വിഭവങ്ങളും അതെല്ലാം വരുന്ന തലമുറക്ക് കൂടി ഉള്ളതാണ് എന്ന ബോധ്യവും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതം ഇവിടെ നശ്വരമാണ്, പെട്ടെന്ന് അവസാനിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. 60 വയസ്സ്, 70 വയസ്സ്, ഇതൊക്കെയാണ് നമ്മുടെ സാമാന്യമായ ജീവിതകാലം. അതിന്റെ അപ്പുറത്തേക്ക് ജീവിക്കുന്നവർ പോലും അത് സന്തോഷകരമായ ജീവിതം ആകാൻ സാധ്യതയില്ല. ജീവിതത്തെ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. രോഗങ്ങളും മറ്റു പ്രയാസങ്ങളുമായി കഷ്ടപ്പെടുന്ന കാലമാണ് 70, 80, 90 ഒക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ 60, 70 വയസ്സ് വരെയാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്ന ജീവിതം. ആ ജീവിതം അവസാനിക്കുന്നതോടെ നാം പാരത്രിക ജീവിതത്തിന് വേണ്ടി യാത്രയാവുകയാണ്. അങ്ങനെ പാരത്രിക ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതെന്നും നിലനിൽക്കുന്ന ലോകമാണ്. അതിന് കണക്കില്ലാത്ത, ഒരു പരിധിയുമില്ലാത്ത ജീവിതമാണ് ആഖിറത്തിലുള്ളത്, പാരത്രിക ജീവിതത്തിലുള്ളത്. തീർച്ചയായും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ പാരത്രിക ജീവിതത്തിലേക്കുള്ള വിഭവങ്ങൾ കൂടി ഈ ഭൗതിക ജീവിതത്തിൽ നാം ഒരുക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ മനുഷ്യനും നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു. ഇന്ന് നമ്മുടെ ജീവിതം അവസാനിച്ചാൽ 60 വയസ്സിന്റെ മുമ്പ് തന്നെ, ചെറുപ്പത്തിൽ തന്നെ മരിച്ചു വീഴുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ഇന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ നാളെ ഖബറിൽ എന്റെ സ്ഥിതി എന്തായിരിക്കും? പാരത്രിക ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? അതിനുവേണ്ടി എന്റെ വിഭവങ്ങളെ ഞാൻ ചെലവഴിച്ചിട്ടുണ്ടോ? എന്റെ പണം, എന്റെ ആരോഗ്യം, എന്റെ സമയം ഞാൻ പാരത്രിക ജീവിതത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ എന്നുകൂടി ചിന്തിക്കുവാനുള്ള സമയമാണ് ഈ RSCയുടെ ഈ സമ്മേളന സമയം, അല്ലെങ്കിൽ 30ാം വാർഷിക ആഘോഷ സന്ദർഭം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ സന്ദർഭങ്ങളിലും നാം പ്രാർത്ഥിക്കാറുള്ളത് പോലെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരകത്തിൽ പോകാൻ നമുക്ക് സാധിക്കില്ല, അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഭൗതിക ലോകത്ത് നമുക്ക് സുഖവും സൗഖ്യവും ഉണ്ടായിരിക്കണം. പാരത്രിക ജീവിതം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കണം. ഈ 3 കാര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപ്ലവം, ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ കുടുംബ ജീവിതത്തിലും, ദാമ്പത്യ ജീവിതത്തിലും, സാമൂഹിക ജീവിതത്തിലും, സംഘടനാ ജീവിതത്തിലും കരുപ്പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ പ്രമേയം RSCയുടെ പ്രവർത്തകരോടും സമൂഹത്തോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആൻ വാക്യം കൊണ്ട് ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.